ഇന്നിവിടെ നമ്മൾ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് അതിൻ്റെ ആയുർവേദ വീക്ഷണം കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. തൈറോയ്ഡ് ഇന്ന് വളരെ കോമൺ ആണ്. തൈറോയ്ഡ് ഡിസീസ് ഇന്നിപ്പം നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് തൈറോയ്ഡ് ഡിസീസ്. പൊതുവിൽ സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. എന്നാലും പുരുഷന്മാരിലും കുട്ടികളിലും തൈറോയ്ഡ് ഡിസീസ് കാണാറുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഡിസീസിനെ കുറിച്ച് ഒരു കുറഞ്ഞ വിശദീകരണം ആയുർവേദ ചികിത്സയും എന്താണെന്ന് ഇന്നിവിടെ നമുക്ക് ചർച്ച ചെയ്യാം. തൈറോയ്ഡ് ഡിസീസിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തൈറോയ്ഡ് ഡിസീസിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ശരീരത്തിന് കഴുത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഏകദേശം ഇവിടെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അതിവൃക്ക എൻഡോക്രൈൻ ഗ്ലാൻഡാണ്, അതിവൃക്ക ഗ്രന്ഥി. അപ്പോൾ ഇതിൻ്റെ പ്രധാന കർമ്മം എന്ന് പറഞ്ഞാൽ, ഇത് മനുഷ്യ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ പ്രധാനമായിട്ടും T3 T4 എന്ന 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഈ 2 ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോൺ പ്രധാനമായും T3 T4 എന്ന് പറഞ്ഞ 2 ഹോർമോൺ ശരീരത്തിൻ്റെ മുഴുവൻ മെറ്റബോളിസത്തിനെയും കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് ഈ തൈറോയ്ഡ് ഹോർമോൺസ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ഈ ഹോർമോൺസ് ധാരാളമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉണ്ടാക്കുന്ന അളവ് കുറച്ച് കൂടിപ്പോയാൽ ഈ ശാരീരിക പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മെറ്റബോളിസത്തിൻ്റെ റേറ്റ്, വേഗത കൂടും. ഇതിൻ്റെ അളവ് കുറഞ്ഞാൽ തൈറോക്സിൻ എന്ന ഹോർമോൺസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് ഈ മെറ്റബോളിക് റേറ്റ്, അതായത് ശരീര ഉപചയ പ്രവർത്തനങ്ങളുടെ വേഗത കുറയും. അപ്പം ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഹോർമോൺസ് എത്രത്തോളം ഉണ്ടാക്കണം എന്നൊക്കെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ കടിഞ്ഞാണ് ബ്രെയിനിലാണ്. ബ്രെയിനിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവിനെ ചെക്ക് ചെയ്തിട്ട് അത് കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൃത്യമായ അളവിൽ ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന TSH എന്ന് പറയുന്ന ഹോർമോൺ, അതായത് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ പ്രേരിപ്പിക്കാൻ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകുന്ന ഹോർമോണാണ് TSH. അപ്പോൾ ഈ TSH തൈറോയ്ഡ് ഗ്രന്ഥി കുറച്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ചാൽ അതിനെ കറക്റ്റായി അളവ് കൂട്ടാൻ വേണ്ടിയുള്ള സ്റ്റിമുലസ് ആവേഗങ്ങൾ കൊടുക്കും. TSH വഴിയായിട്ട് TSHൻ്റെ അളവ് കൂട്ടിക്കൊണ്ട്, അതുപോലെ ഇത് കൂടുതലായിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴിയായിട്ട് ഇതിൻ്റെ TSHൻ്റെ അളവ് കുറച്ചുകൊണ്ട് ഈ തൈറോയ്ഡ് ഹോർമോൺസിനെ കുറക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കും. അങ്ങനെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയും പിറ്റ്യൂട്ടറിയും തമ്മിലൊരു താളമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് നിലനിൽക്കുന്നത്. അപ്പം തൈറോയ്ഡ് രോഗങ്ങളിൽ പ്രധാനമായും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രോപ്പറായിട്ട് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ്, പ്രവർത്തനമില്ലായ്മ അല്ലെങ്കിൽ ആ ശേഷി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസിൻ്റെ അളവ് കൂടുകയോ ചെയ്യും. അതാണ് പ്രധാനമായി കണ്ടുവരുന്ന കണ്ടീഷൻ. അപ്പം ഇതിൽ ഏറ്റവും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ ഡിസീസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനക്ഷമത വളരെ കുറഞ്ഞു പോകും. അതായത് ഉണ്ടാക്കപ്പെടുന്ന ഹോർമോൺസിൽ ഒരു മാന്ദ്യം വരും. അത് കാരണമായിട്ട് ബോഡിയുടെ മെറ്റബോളിക് റേറ്റ്, അതായത് ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഒരു വേഗത വളരെ കുറഞ്ഞു പോകും. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നത് കാരണമായിട്ട്. അപ്പം ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നു. ഈ തൈറോയ്ഡ് ഹോർമോൺസ് വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണപ്പെടും. ഈ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞ കണ്ടീഷൻ, അതായത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ വളരെ കൂടുതലായിട്ട് എന്നാൽ
വ്യവസ്ഥ കാണാറുണ്ട്. ഇത് സ്ത്രീകൾ ഒരു 10 സ്ത്രീകൾ നമ്മൾ ക്ലിനിക്കിലേക്ക് മറ്റു പറഞ്ഞ പേഷ്യൻസ് തന്നെ നമ്മളെ ക്ലിനിക്കിലേക്ക് വരുന്നവരിൽ ഒരു 10-ൽ 3 പേർക്കും തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഹൈപ്പോതൈറോയിഡ് പേഷ്യൻ്റായിട്ടാണ് നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത് ആയുർവേദം ഏതൊരു അസുഖവും ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് നിത്യാഹാര വിഹാരങ്ങളാണ്. അതായത് നമ്മുടെ ആഹാരത്തിലും ഔഷധത്തിലും നമ്മളെ ആഹാര വിഹാരങ്ങളിൽ ഉണ്ടാവുന്ന തെറ്റായിട്ടുള്ള ചര്യകളാണ്. അപ്പം ആയുർവേദം ജീവിതത്തിൻ്റെ ഒരു 3 അടിസ്ഥാനങ്ങളായിട്ട് പറയുന്നതാണ് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്നുള്ള കാര്യങ്ങൾ. 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഹാരം, നിദ്ര, കൺട്രോൾഡ് ആയിട്ടുള്ള ലൈംഗികത. ഇത് 3ഉം ജീവിതത്തിൻ്റെ ഒരു 3 സ്തംഭങ്ങളായിട്ട് ആയുർവേദം പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു താളമില്ലായ്മ, അതായത് രാവിലെ ക്ലിനിക്കലായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. രാവിലെ നമ്മൾ നേരത്തെ ഉറക്കണിക്കുകയും എന്നാൽ വളരെ താമസിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ തൈറോയ്ഡ് രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ക്ലിനിക്കലായിട്ട് നോട്ട് ചെയ്ത ഒരു സംഗതിയാണ് അത്. അതോടൊപ്പം മറ്റ് പല കാരണങ്ങളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന താളപ്പിഴവുകൾ. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ വരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ശരീരത്തിൽ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. അത് പൊതുവിൽ ബാക്ടീരിയ, വൈറസ് പോലുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കാൻ വരുമ്പോൾ ശരീരത്തെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സജ്ജമാക്കുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ അണികൾ തന്നെ ശരീരത്തിനെ തന്നെ ഒരു ഫോറിൻ വസ്തുവായിട്ട് കണ്ടിട്ട് ശരീരത്തിലെ കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്. ആ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണമായിട്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാറുണ്ട്. ആ തൈറോയിഡിന് പേര് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നാണ്. അപ്പോൾ അത്തരം ഒരു നീർക്കെട്ടുണ്ടായിക്കഴിഞ്ഞാൽ അതും ഹൈപ്പോതൈറോയിഡിസത്തിന് ഒരു കാരണമാണ്. പിന്നെ മറ്റു കാരണങ്ങളെന്ന് പറഞ്ഞാൽ ചില ഡ്രഗ്സിൻ്റെ സ്ഥിരമായി കഴിക്കുന്നത് കാരണമായിട്ട് തൈറോയ്ഡ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആസിഡമായിട്ട് കഴിക്കുന്ന ആൾക്കാർ അവർ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം മറ്റൊരു നിദാനമാണ് നമ്മൾ അയഡിൻ്റെ അളവ്, ശരീരത്തിലേക്ക് എത്തുന്ന അയഡിൻ്റെ അളവ്. അത് അയഡിൻ ഗ്രന്ഥിയുടെ അഭാവത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങാറുണ്ട്. സിമ്പിൾ ഗോയിറ്റർ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം അയഡിൻ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിലേക്ക് അയഡിൻ്റെ അളവ് ഒരുപാട് കൂടുതലായി എത്തിയാലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു ക്രാഷിലേക്കാണ് അത് വീണ്ടും പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായ അളവിൽ നമ്മളെ ശരീരത്തിൽ അയഡിൻ്റെ അളവ് എത്തലാണ് വേണ്ടത്. അയഡിൻ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മാന്ദ്യമായിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥിയുടെ മാന്ദ്യത്തിനുള്ള, അതായത് ഹൈപ്പോതൈറോയിഡിസത്തിനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മൾ ചെയ്യുന്ന ചികിത്സകളാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിന് റേഡിയോ ആക്റ്റീവ് അയഡിൻ പോലുള്ള സാധനങ്ങൾ നമ്മൾ മെഡിക്കേഷനായിട്ട് പല നവീന മതക്കാരും അത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് സ്ഥിരമായി എടുത്തു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി കുറച്ചൊന്ന് സ്ലഗ്ഗിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ അവസ്ഥ സംജാതമാവാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി സമയത്തും അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷവും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മാന്ദ്യം കാണാറുണ്ട്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസിക്ക് ശേഷമാണെങ്കിൽ പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് സാധാരണ ഇതിൽ കാണുന്നത്. അത് ഒരു ടെമ്പററി കണ്ടീഷനാണ്. ചിലപ്പോൾ തനിയെ മെഡിസിൻസ് ഇല്ലാതെ തന്നെ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മാന്ദ്യം അഥവാ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങൾ. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മൾ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ ക്ഷീണം തന്നെയാണ്. നമുക്കുണ്ടാവുന്ന ക്ഷീണം, ശരീരത്തിനുണ്ടാവുന്ന ക്ഷീണം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അതോടൊപ്പം ശരീരത്തിൻ്റെ ഭാരം അനിയന്ത്രിതമായിട്ടുണ്ടാകുന്ന ഭാരവ്യതിയാനങ്ങൾ,
വണ്ണം കൂടി വരിക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ വണ്ണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പെട്ടെന്ന് ഓവർ വെയിറ്റ് ഉണ്ടാവുക, അത് തന്നെ നീരാണ്, ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു ശോഭം ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതിനെ. പിന്നെ ശരീരത്തിൽ മുഴുവനുള്ള നീര്, പിന്നെ ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഇരിക്കുന്ന കഴുത്തിൻ്റെ ഭാഗത്തുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നീര്, ഒരു ഗോയിറ്റർ പോലത്തെ നീര്, അതും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മാന്ദ്യമായിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻസിൽ കാണാറുണ്ട്. ഈ കഴുത്തിന് ചുറ്റുമുള്ള വീക്കത്തിന് പ്രധാന കാരണം തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ളിലുള്ള നീർക്കെട്ട്, തൈറോയ്ഡൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ളിലുള്ള മുഴകളോ തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ളിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സിസ്റ്റുകളോ അതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാവാനുള്ള ഉള്ള ആ ഭാഗത്ത് അല്ലെങ്കിൽ ഈ കഴുത്തിനുള്ള ഈ വീർപ്പ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതും ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണുന്ന ഒരു ലക്ഷണങ്ങളാണ്. പിന്നെ മറ്റ് ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ദഹന വ്യവസ്ഥയിലുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ നോർമൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യലാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മാന്ദ്യം ഉണ്ടാകും. തൈറോയ്ഡ് സ്വാഭാവികമായിട്ടും നമ്മുടെ മെറ്റബോളിസം വളരെ കുറഞ്ഞു പോകും. അതായത് ഒരു അഗ്നിമാന്ദ്യം എന്ന് പറയും. നമ്മുടെ ആയുർവേദ ഭാഷയിൽ അതിന് അഗ്നിമാന്ദ്യം എന്ന് പറയും. മെറ്റബോളിസം ഒരു വിശപ്പില്ലായ്മ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ശരീരപ്രവർത്തനങ്ങൾ കുറഞ്ഞു പോകാൻ നേരത്ത് ദഹന വ്യവസ്ഥ കുറച്ച് മന്ദിച്ചിരിക്കും. അഗ്നിമാന്ദ്യം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ, ഇതിൻ്റെ ആഹാരം ദഹിക്കുന്നതും പചനം നടക്കുന്നതും അത് മൂവ്മെന്റ് ചെയ്ത് താഴേക്ക് പോകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ മന്ദാവസ്ഥയിലായിരിക്കും. അത് കാരണം മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഇത് കാണിക്കാറുണ്ട്. പിന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൻ്റെ ഇടിപ്പാണ്. ഹൃദയമിടിപ്പ് കുറച്ച് സ്ലഗ്ഗിഷ് ആവും. എല്ലാം ശരീരത്തിന് മൊത്തത്തിലൊന്ന് സ്ലഗ്ഗിഷ് ആക്കും. ഈ ഹൈപ്പോതൈറോയിഡിസം ആയിക്കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് പേഷ്യൻ്റ് നടന്നു വരുന്നത് പോലും വളരെ മെല്ലെയായിരിക്കും. നമ്മൾ ക്ലിനിക്കലായിട്ട് തൈറോയ്ഡ് പേഷ്യൻ്റ് നമ്മൾ ക്ലിനിക്കിലേക്ക് നടന്നു വരുമ്പോൾ പോലും നമ്മൾക്കത് നോട്ട് ചെയ്യാൻ പറ്റും. ആള് വളരെ സാവധാനമായിരിക്കും വരുന്നത്. മൂവ്മെൻറ്റ്സ് വളരെ സ്ലോ ആയിരിക്കും. എല്ലാത്തരം മൂവ്മെൻറ്റ്സും വളരെ സ്ലോ ആയിരിക്കും. പിന്നെ മറ്റൊരു ലക്ഷണം കാണുന്നത് പൊതുവിൽ മുടി നല്ലവണ്ണം പൊഴിഞ്ഞു പോകും. മുടി പൊഴിഞ്ഞു പോകുന്ന മാത്രമല്ല, മുടിക്ക് കട്ടി കുറയുകയും പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. നഖങ്ങളും ഇതുപോലെയാണ്. നഖങ്ങളിൽ വളരെ ഒടിഞ്ഞു പോവുകയും ബ്രിട്ടിലാവുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ കണ്ടടം വീർത്ത് വരും. അത് മൊത്തത്തിൽ ശരീരത്തിന് ശോഭം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കണ്ടടത്തിന് പ്രത്യേകമായൊരു വീർപ്പ്, പെരി ഓർബിറ്റൽ പഫിനെസ് എന്ന് പറഞ്ഞ അവസ്ഥ, കണ്ടടത്തിന് പ്രത്യേകമായ വീർപ്പ് ഉണ്ടായിരിക്കും. കഴുത്തിന് വീർപ്പ്, പ്രത്യേകിച്ച് മുഖത്തിനും നീർക്കോപം ഉണ്ടായിരിക്കും. പിന്നെ തലയിൽ നിന്നും പൊതുവിൽ നീരിറക്കം ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ പൊതുവിൽ കാണാറുണ്ട്. അത് കാരണം കഴുത്തൊക്കെ തിരിക്കാനുള്ള പ്രയാസം ഉണ്ടാവും. ചില പേഷ്യൻസിൽ, ചില രോഗികളിൽ ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്നതിനും സംസാരത്തിൽ സ്വരവ്യത്യാസം, ഒരു സ്വരവ്യത്യാസവും കാണിക്കാറുണ്ട് ചില പേഷ്യൻസ്. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒരു പേഷ്യന്റിൽ തന്നെ കാണണമെന്നില്ല. പല ലക്ഷണങ്ങളും വ്യക്തിഗതമായിട്ട് മിക്സ് ചെയ്ത് കാണും. ചിലർക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കില്ല, ചിലർക്ക് മറ്റു ചില ലക്ഷണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ചർമ്മ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ഫങ്ഷൻ ചർമ്മത്തിലുള്ള വ്യതിയാനം പ്രധാനമായിട്ടും ഒരു വിളർച്ച ചർമ്മത്തിനുള്ള കണ്ടീഷൻസിൽ ചർമ്മത്തിനുള്ള ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ പലപ്പോഴും നമ്മൾ ക്ലിനിക്കലി നോട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇതുള്ള ആൾക്ക് തണുപ്പ് സഹിക്കാൻ വയ്യായിക, അതായത് ഫാൻ ഇട്ടാൽ ഫാൻ ഓഫ് ചെയ്യാൻ പറയും. ഒരു കോൾഡ് ഇൻടോളറൻസ് ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ പേഷ്യൻസിൽ തന്നെ നോട്ട് ചെയ്യുന്ന കാര്യമാണ്, ഒരു കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാവും. തണുപ്പിനോട് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. പിന്നെ മറ്റ് ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ തൈറോയ്ഡുമായിട്ട് അനുബന്ധിച്ച് കാണാറുണ്ട്.
ആർത്തവം ഡിലേഡ് ആവാറുണ്ട്. അത് ചിലപ്പോൾ വേദനയോടുകൂടിയ ആർത്തവം ഉണ്ടാവാറുണ്ട്. ഇതിന്റെ കോംപ്ലിക്കേഷനായിട്ട് ചിലപ്പോഴും വന്ധ്യത പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തൈറോയ്ഡ് നമുക്കറിയാം ശരീരത്തിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ഫാറ്റ് മെറ്റബോളിസത്തിൽ വ്യക്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം കൊളസ്ട്രോൾ ലെവൽ പലപ്പോഴും ഉയർന്നു കാണാറുണ്ട് തൈറോയ്ഡ് പേഷ്യൻസിൽ. ഫാറ്റ് മെറ്റബോളിസത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കാരണം ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് ഉയർന്നു കാണാറുണ്ട്. അതും തൈറോയിഡിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്. പിന്നെ മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്കണ്ഠയും വിഷാദവും തൈറോയ്ഡ് രോഗികളിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അവർ മൂഡ് ചേഞ്ചസ് വളരെ ഇതായിരിക്കും. പെട്ടെന്ന് അകാരണമായി ദേഷ്യപ്പെടുക, പെട്ടെന്ന് വിഷാദത്തിലോട്ട് പോവുക. അങ്ങനെ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടാവാറുണ്ട്. മാനസിക സിംറ്റംസും കാണാറുണ്ട്. പലപ്പോഴും ചില പേഷ്യൻസിൽ ഈ സിംറ്റംസിന് പുറമെ സന്ധിവേദന, പേശി സംബന്ധമായ സന്ധികളിൽ സ്റ്റിഫ്നെസ്, അതോടൊപ്പം സന്ധികളിൽ വേദന, ഇതൊരു പ്രധാന സിംറ്റമാണ്. ചില തൈറോയ്ഡ് പേഷ്യൻസ് ഒക്കെ തൈറോയ്ഡായിട്ടല്ല നമ്മളെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളത്. ചില പേഷ്യൻസിൽ വന്നത് മുട്ടുവേദനയായിട്ടാണ് നമ്മൾ ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളത്. ക്ലിനിക്കിൽ നമ്മൾ രോഗിയെ പരിശോധിക്കുന്ന ഇടയിൽ പല ക്വസ്റ്റ്യൻസും ചോദിച്ചതിന്റെ ഭാഗമായിട്ട് വിയർക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളപ്പോൾ വിയർപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞതിൽ നിന്നും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെയാണെന്ന് തൈറോയിഡിന്റെ ക്ലിനിക്കൽ സിംറ്റംസ് കാണിച്ചത് കാരണം, ഹൈപ്പോതൈറോയിഡിസ് രോഗത്തിന്റെ ക്ലിനിക്കൽ സിംറ്റംസ് കാണിച്ചത് കാരണം TSH പരിശോധിക്കാൻ വേണ്ടി എഴുതി കൊടുത്ത് അങ്ങനെ തൈറോയിഡ് ഡയഗ്നോസ് ചെയ്ത ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പേശികളിലെ വേദനയും സ്റ്റിഫ്നെസ്സും, അതായത് ഒരു പിടുത്തം, അത് തൈറോയിഡിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. ഇനി ഈ ലക്ഷണങ്ങളിൽ മറ്റു ലക്ഷണങ്ങളിൽ നമ്മൾ ആയുർവേദ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം കാണുന്നത് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള പാണ്ഡു എന്ന് പറയുന്ന രോഗത്തിന്റെ ഡിസ്ക്രിപ്ഷനിലാണ് ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നത്. പാണ്ഡുവും അതിന്റെ അനുബന്ധ ഉപദ്രവവ്യാധിയായിട്ടുള്ള ശോഫവും ഈ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളിൽ ഒട്ടുമിക്കതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആയുർവേദ രീതിയിൽ ഇതിന്റെ ചികിത്സ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പാണ്ഡുവിലും ശോഫത്തിലും പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളെയാണ് ഇതിനെ സെലക്ട് ചെയ്യാനുള്ളത്. അതിനു മുന്നേ ആയിട്ട് ഈ രോഗം കൃത്യമായിട്ട് നമ്മൾ ക്ലിനിക്കലായിട്ട് ഈ ലക്ഷണങ്ങൾ വെച്ച് തിരിച്ചറിയാമെങ്കിലും നമ്മൾ രക്തപരിശോധനകൾ വഴിയായിട്ട് ഈ രോഗത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കൃത്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട പരിശോധന എന്ന് പറഞ്ഞാൽ TSH പരിശോധനയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു തൈറോയ്ഡ് ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ TSH എന്ന് പറഞ്ഞ ഹോർമോൺസ് തൈറോയ്ഡ് ഗ്രന്ഥിയെ അത് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ഉണ്ടാവുന്ന TSH. ആ TSHന്റെ അളവ് കൃത്യമാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി വളരെയധികം ഹെൽത്തി ആണെന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് TSHന്റെ അളവിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്കിലും ക്ലിനിക്കലായിട്ടുള്ള സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ട പരിശോധന എന്ന് പറഞ്ഞാൽ ഫ്രീ T4 എന്ന് പറഞ്ഞ പരിശോധനയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസിൽ തന്നെ പ്രധാനപ്പെട്ട ഹോർമോൺ T4. ആ T4ന്റെ ഫ്രീ T4 എന്ന് പറഞ്ഞ ഇത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് സെല്ലുകൾക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം ഫ്രീ ആയിട്ടുള്ള അവസ്ഥയിലുള്ള T4 നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു രോഗനിർണയം നടത്താൻ പറ്റും. ഈ TSHും T4ഉം ഈ രണ്ട് പരിശോധനകൾ കൊണ്ട് മാത്രം തന്നെ നമുക്ക് തൈറോയിഡിന്റെ മിക്ക രോഗങ്ങളും നമുക്ക് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വഴിയായിട്ട് രോഗനിർണയം നടത്താൻ സാധിക്കുന്നതാണ്. പിന്നെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചു, പലപ്പോഴും മിക്ക ഹൈപ്പോതൈറോയിഡിസത്തിനും കാരണമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻ, തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ളിലുള്ള ശോഭം അഥവാ നീർക്കെട്ടെന്ന് പറഞ്ഞ അവസ്ഥ, അത് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് 1-2 ആന്റിബോഡി പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. അത് കാരണമായിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം ആണോ എന്ന് അറിയാൻ വേണ്ടി അത്തരം ആന്റിബോഡി പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ TPO, TG ഈ 2 പരിശോധനകൾ ചെയ്താൽ, ഈ 2 ആന്റിബോഡി പരിശോധനകളാണ്, ഈ 2 പരിശോധനകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അഥവാ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണമായിട്ടുള്ള ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പാളിച്ചകൾ കാരണമായിട്ടുള്ള
നീർക്കെട്ട് മൂലമുള്ള ഹൈപ്പോതൈറോയിഡിസം ആണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റുന്നതാണ്. പിന്നെ ഈ ശോഭത്തോടൊപ്പം തന്നെ നമുക്ക് ക്ലിനിക്കലായിട്ട് നമുക്ക് പാൽപ്പേറ്റ് ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിൽ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, സ്പർശനം വഴിയായിട്ട് നോക്കുമ്പോൾ അതിനുള്ളിൽ മുഴകൾ ചിലപ്പോൾ കാണാറുണ്ട്. നോഡ്യൂൾസ് അഥവാ കുരുക്കൾ വളരെ കോമൺ ആയിട്ട് പല പേഷ്യൻസിനും കാണാറുണ്ട്. മിക്ക കുരുക്കളും പ്രശ്നമില്ലാത്ത ബിനൈൻ നാച്ചറിലുള്ള കുരുക്കളാണ്. അപ്പോൾ ഈ കുരുക്കളുള്ളപ്പോൾ പലപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ള ഒരു പരിശോധനയാണ് USG അഥവാ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ പരിശോധന. ഒരു സ്കാൻ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്കാൻ വഴി നമുക്ക് ആ സ്കാൻ വഴിയായിട്ട് അതിനുള്ളിലെ നീർക്കെട്ടാണോ അതോ കുരുക്കളാണോ മുഴയാണോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുഴകൾ കുറച്ച് വലുതാണെങ്കിൽ അതിന് വല്ല ക്യാൻസറസ് സ്വഭാവമുണ്ടോ എന്നുള്ള തുടർ പരിശോധനകളിലേക്ക് നമുക്കൊരു തീരുമാനം. സൈറ്റോളജി കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ചികിത്സയ്ക്കൊക്കെ അത്തരം പരിശോധനാ രീതികളിലേക്കൊക്കെ പോവാൻ നമുക്ക് പറ്റും. അതിന് USG ഓഫ് തൈറോയിഡ്, അൾട്രാസൗണ്ട് സ്കാനിങ് ഓഫ് തൈറോയിഡ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഉള്ള ഒരു പ്രധാന പരിശോധന എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിരുന്നു, തൈറോയിഡുമായി അനുബന്ധമായിട്ട് ലക്ഷണങ്ങളിൽ വിളർച്ച ഉണ്ടാവും. വിളർച്ച പലപ്പോഴും രക്തക്കുറവ് നമുക്ക് കാണാൻ പറ്റും. പല പേഷ്യൻസിലും നമുക്ക് വരുമ്പോഴേ തന്നെ അറിയാൻ പറ്റും ഒരു എക്സ്ട്രീംലി അനീമിക്കാണ്. അപ്പം ഒരു വിളർച്ച അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് പരിശോധിക്കാൻ വേണ്ടി HB പലപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് തൈറോയ്ഡ് പേഷ്യൻസിന്. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചിരുന്നു ലിപ്പിഡ് മെറ്റബോളിസം അഥവാ ഫാറ്റ് മെറ്റബോളിസത്തിൽ ഒരുപാട് തകരാറുകൾ ഈ ഹൈപ്പോതൈറോയിഡിസം അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടി നമുക്ക് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റും പറയാവുന്നതാണ്. പിന്നെ പലപ്പോഴും നമ്മൾ മിക്കുള്ള അസുഖങ്ങളിലും നമ്മൾ പരിശോധിക്കാറുള്ള ഒരു പരിശോധനയാണ് വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ നോക്കാറുണ്ട്. അത് ഹൈപ്പോതൈറോയിഡിസത്തിൽ പൊതുവെ വൈറ്റമിൻ ഡിയുടെ അളവ് പലപ്പോഴും കുറഞ്ഞു കാണാറുണ്ട്. അപ്പോൾ അതും നമുക്ക് അനുബന്ധമായിട്ട് പരിശോധിക്കാവുന്നതാണ്. എന്നിരുന്നാലും പ്രാഥമികമായിട്ട് ഒരു തൈറോയ്ഡ് ഡിസീസിനെ നമുക്ക് നോക്കാൻ രണ്ട് ടെസ്റ്റുകൾ മാത്രം മതിയാവും. ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു TSH എന്ന് പറഞ്ഞ പരിശോധനയും രണ്ടാമത് ഫ്രീ T4 എന്ന് പറഞ്ഞ പരിശോധനയും. ഈ രണ്ട് പരിശോധനകൾ കൊണ്ട് ഒട്ടുമിക്ക തൈറോയ്ഡ് രോഗങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും രക്തപരിശോധനയിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ചികിത്സയിലോട്ട് പോവുകയാണ്. ചികിത്സയിൽ നമുക്കറിയാം, നമുക്ക് ഇന്നിപ്പോൾ നിലവിലുള്ള ചികിത്സ കോണ്ടംപററി സിസ്റ്റം അല്ലെങ്കിൽ നവീന വൈദ്യത്തിൻ്റെ ചികിത്സ നമുക്കറിയാം. പലരും എടുക്കുന്നതുണ്ടാവും. തൈറോയിഡിന് അവർ ചെയ്യുന്നത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. അതായത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഇനഫ് ആവുന്നില്ല, അത് വേണ്ടത്ര അളവിലുണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഹോർമോൺ സപ്ലിമെൻറ്റ്സ് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ ചെയ്യുന്ന ലിവോതൈറോക്സിൻ സോഡിയം എന്ന് പറഞ്ഞ മെഡിസിനാണ്. പല ബ്രാൻഡ് നെയിമിൽ നമുക്ക് അവൈലബിൾ ആണ്. തൈറോനോം എന്ന പൊതുവിൽ നമ്മൾ കോമൺ ആയിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധം മിക്കുള്ളപ്പോഴും പല പേഷ്യൻസും കഴിക്കുന്നതാണ്. അപ്പം ഇതാണ് ഇപ്പം നമ്മുടെ കോണ്ടംപററി സിസ്റ്റം ഇപ്പം നിലവിലുള്ള ഇതിനുള്ള ഔഷധമായിട്ട് അലോപ്പതി സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഔഷധം അവർക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു ഡോക്ടറും തൈറോയ്ഡ് രോഗിയെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. തൈറോനോം എന്ന് പറഞ്ഞ ഔഷധം കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും തൈറോയ്ഡ് ഗ്ലാൻഡ് ശരിയായത് അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ മാറിയതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ പലപ്പോഴും ഇത് മാറി ഇതിൻ്റെ ഹോർമോൺ ലെവലിൽ നോർമലായിരുന്നാൽ കൂടി അവർക്ക് ഒരു കുറഞ്ഞ അളവിൽ ഔഷധം നിർദ്ദേശിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആയുർവേദ ചികിത്സ തേടി വരുന്ന രോഗികൾ മിക്ക ഉള്ളവരും ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ തൈറോണം എന്ന് പറഞ്ഞ ടാബ്ലറ്റ് നിർത്താൻ വല്ല വകുപ്പുമുണ്ടോ, അതിനെന്തെങ്കിലും ആയുർവേദത്തിൽ ചികിത്സ ഉണ്ടോ. അപ്പോൾ വേറൊരു ബുദ്ധിമുട്ട് പലപ്പോഴും ഈ പോകും. കാരണം ഇതിന്റെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് സപ്രഷൻ കൂടുതലാവും. കാരണം ഈ ആദ്യം ഒരു 50 mg അല്ലെങ്കിൽ ഒരു 100 mg അല്ലെങ്കിൽ 25 mg കഴിച്ച് സ്റ്റാർട്ട് ചെയ്ത തൈറോയ്ഡ് പേഷ്യന്റ്
തൈറോനോം വീണ്ടും അതിൻ്റെ ഡോസ് ഡോക്ടർക്ക് ഉയർത്തേണ്ടി വരും. കാരണം കൂടുതൽ മാന്ദ്യം, അതിൻ്റെ പ്രവർത്തനക്ഷമത വീണ്ടും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പലപ്പോഴും പല പേഷ്യൻസിലും തൈറോയിഡിൻ്റെ ഡോസ് എലിവേറ്റ് ചെയ്ത് തൈറോനോമിൻ്റെ ഡോസ് എലിവേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. അവസാനം പല പേഷ്യൻസിലും ഗ്രന്ഥി തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം സ്ഥിരമായി തൈറോനോം കഴിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അപ്പം നിലവിൽ ആയുർവേദ ചികിത്സയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, നമുക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് പലപ്പോഴും തൈറോയ്ഡ് രോഗങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും തൈറോനോം ഒഴിവാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും തൈറോയിഡിൻ്റെ ഗ്രന്ഥിയെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധ്യമാണ്. അതാണ് ആയുർവേദ ചികിത്സയുടെ പ്രസക്തി. പിന്നെ ചില കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോഴും കുറച്ച് പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂണിറ്റി പോലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസത്തിൽ അതിൽ കുറച്ച് ചികിത്സ കുറച്ചുകൂടി നമുക്ക് കുറച്ച് കാലം ചെയ്യേണ്ടി വരും എന്ന് മാത്രം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും രോഗത്തിനെ നിയന്ത്രിക്കാനും തൈറോയ്ഡ് ഫോളിക്കിൾസിൻ്റെ ഒരു ആരോഗ്യം പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും ഫോളിക്കിൾസിന് ശരിയായ നിലയിൽ തൈറോക്സിൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനക്ഷമത ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. അതാണ് ആയുർവേദ ചികിത്സയുടെ പ്രത്യേകത. ഇതിൻ്റെ പ്രധാനമായ ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, നിദാനം ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ സമയത്ത് മെറ്റബോളിസം അഥവാ ശരീരത്തിൻ്റെ ദഹന പചന പരിണാമ പ്രക്രിയകളിലുണ്ടാകുന്ന മാന്ദ്യം അഥവാ അഗ്നിമാന്ദ്യം പ്രധാനമായിട്ട് കാണുന്നു. അതുകൊണ്ട് അഗ്നിദീപനമായിട്ടുള്ള ഔഷധങ്ങൾ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഔഷധ ചികിത്സയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം ദീപനവും പാചനവുമായിട്ടുള്ള ഔഷധങ്ങൾ ഇതിൻ്റെ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ തത്വമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ശോഭം ഒരു പ്രധാന ലക്ഷണമാണ്. ഇപ്പോൾ ശോഭത്തിന് മാറ്റേണ്ട ശോഭഹരമായിട്ടുള്ള ഔഷധങ്ങൾ ഈ ചികിത്സയിൽ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതോടൊപ്പം രക്തവർദ്ധകമായിട്ടുള്ള രക്തം പലപ്പോഴും വിളർച്ചയാണ് പ്രധാന ഒരു ലക്ഷണം. ഇപ്പോൾ രക്തവർദ്ധകമായിട്ടുള്ള ആഹാര ഔഷധങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പല പേഷ്യൻസിനും അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ അതിന് രൂക്ഷണം ആയിട്ടുള്ള ചികിത്സ, അതായത് കിടത്തി നമ്മുടെ തിരുമ്മലും ഞാൻ പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചതാണ്, ശിരസിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഈ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ശിരസിലുള്ള ചികിത്സകൾക്കും സവിശേഷമായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നീരിറക്കം ഉണ്ടാവാത്ത രൂപത്തിലുള്ള എണ്ണകൾ, നീർപ്പിടുത്തമുണ്ടാക്കുന്ന എണ്ണകൾ തലയിൽ പുരട്ടുക, യുക്തമായിട്ടുള്ള ഔഷധങ്ങൾ സെലക്ട് ചെയ്ത് പുരട്ടുക, അതും ഈ തൈറോയിഡ് ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഔഷധസിദ്ധമായിട്ടുള്ള ഘൃതങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ അവസ്ഥയിൽ പ്രധാനമായിട്ടും ഉള്ള കാരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ്. ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള അവസ്ഥയിൽ പലപ്പോഴും ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തെറ്റായി മനസ്സിലാക്കിയിട്ട് തൈറോയ്ഡ് ഫോളിക്കിൾസിനെ തന്നെ നശിപ്പിക്കും. അപ്പോൾ തൈറോയ്ഡ് ഫോളിക്കിൾസ് കുറേയൊക്കെ നശിച്ചിട്ടുണ്ടാവും. ആ നശിച്ച തൈറോയ്ഡ് ഫോളിക്കിൾസിനെ പോലും റീജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള നാശത്തിനെ തടയാൻ വേണ്ടി ഔഷധസിദ്ധമായിട്ടുള്ള ഘൃതങ്ങൾ കഴിക്കേണ്ടതുണ്ട്. ഘൃതങ്ങൾക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. പാണ്ഡു ചികിത്സയിൽ പറഞ്ഞിട്ടുള്ള പല ഘൃതങ്ങളും നമുക്ക് ഈ തൈറോയ്ഡ് ചികിത്സയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. പിന്നെ മറ്റൊരു ചികിത്സയെന്ന് പറഞ്ഞാൽ, ഈ ഘൃതങ്ങൾ കഴിപ്പിച്ചതിന് ശേഷം തന്നെ ശോധന ചെയ്യിപ്പിക്കാറുണ്ട്. വിരേചനം, വമനം പോലുള്ള പ്രക്രിയകൾ ചെയ്യിക്കാറുണ്ട്. അത് കാരണം ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിൽ ഇത്തരം ശോധനകൾ കൊണ്ട്, അഥവാ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ഇത്തരം ശോധനകൾ കൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി വളരെ പെട്ടെന്ന് നോർമൽസിയിലേക്ക് എത്തുന്നതായിട്ടാണ് അനുഭവം. ഇനി ആയുർവേദ ചികിത്സ ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയാനുള്ളത്, പുതുതായിട്ട് തൈറോയ്ഡ് രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് ആയുർവേദ ചികിത്സ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. നിലവിൽ തൈറോനോം കഴിക്കുകയും ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറാതിരിക്കുകയും, അതായത് പല ലക്ഷണങ്ങൾ കോമോർബിഡിറ്റീസ് അതുപോലെ നിൽക്കുകയും ചെയ്യുന്ന പേഷ്യൻസിന് തൈറോനോം കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്തു കൊണ്ടുവന്ന് തൈറോനോമിൻ്റെ അളവ് കുറച്ചുകൊണ്ടുവന്ന്
ക്രമേണ തൈറോയ്ഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി ശരിയായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ അവർക്കും കഴിയുന്നതാണ്. പിന്നെ പലപ്പോഴും പല പേഷ്യൻസും തൈറോയ്ഡ് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് പോലും നമുക്ക് ആയുർവേദ ചികിത്സ റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ അവർക്ക് തൈറോയ്ഡ് പൂർണ്ണമായിട്ടും നമുക്ക് നിർത്താൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തൈറോയ്ഡ് ഗ്രന്ഥി തന്നെ ഇല്ല. ഗ്രന്ഥി ഇല്ലാതെ നമുക്ക് ആ ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ കോമോർബിഡിറ്റീസ്, അനുബന്ധ ലക്ഷണങ്ങളൊന്ന് സമീകരിക്കാൻ വേണ്ടി ആയുർവേദ ചികിത്സ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അവർക്ക് തൈറോയ്ഡ് നിർത്താൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ആയുർവേദ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തൈറോനോം ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നില്ല. തൈറോനോമിൻ്റെ അളവ് ഡോസ് കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്നു. ക്രമേണ ചില പേഷ്യൻസിൽ നിർത്താൻ പറ്റുന്നു. അതോടൊപ്പം പൂർണ്ണമായിട്ടും ശരീരത്തിന് യാതൊരുവിധ ലക്ഷണങ്ങളുമില്ലാതെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും എത്താൻ സാധിക്കും. അതാണ് ആയുർവേദ ചികിത്സയുടെ ഇതിലേക്ക്. പിന്നെ വളരെ കോമണായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ഔഷധങ്ങൾ, ഈ ഔഷധം ഞാൻ പറയാൻ ഒരു കാര്യം, ഈ ഔഷധങ്ങൾ തന്നെ എല്ലാം ഒരു രോഗിയെ വലിക്കണമെന്നില്ല. ഔഷധങ്ങൾ പലപ്പോഴും തൈറോയ്ഡ് വ്യക്തിനിഷ്ഠമാണ്. അതായത് ഒരു വ്യക്തിയെ ഒരു ഫിസിഷ്യൻ മനസ്സിലാക്കുക, അവരുടെ ദോഷം നിരൂപണം ചെയ്ത് നിശ്ചയിക്കപ്പെടുന്ന ഔഷധങ്ങൾ വേറൊരാൾ വലിക്കണമെന്നില്ല. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഔഷധങ്ങളാണ്. ഈ ഔഷധങ്ങളിൽ നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയും നിങ്ങളുടെ ദോഷങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി, നിങ്ങളുടെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യമായിട്ട് ഏറ്റവും ശരിയായ ഔഷധം ചൂസ് ചെയ്ത് അത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രോഗമുക്തി ഉണ്ടാവുന്നത്. ഇപ്പോൾ പൊതുവിൽ പ്രയോഗിക്കപ്പെടുന്ന ചില ഔഷധങ്ങൾ പാണ്ഡു ചികിത്സയിൽ പറയുന്ന പുനർനവാദി കഷായം, ശരീരത്തിൻ്റെ സ്ഥൗല്യ ചികിത്സയിൽ പറയുന്ന വരണാദി കഷായം, ഹംസപത്യാദി കഷായം പോലുള്ള കഷായങ്ങൾ, കാഞ്ചനാര ഗുഗുലു ഒരു വ്യാധി വിപരീത മരുന്ന് പോലെ തന്നെയാണ്. തൈറോയ്ഡ് പലപ്പോഴും നമ്മൾ അത് കൊടുക്കാറുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനുമാണത്. ഷഡ്ധരണം, നവഗുഗുലു പോലുള്ള ഔഷധങ്ങൾ, ആരോഗ്യവർദ്ധിനി പോലുള്ള ഔഷധങ്ങൾ, പിന്നെ പഞ്ചകോല ചൂർണം, അഗ്നിദീപനമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പഞ്ചകോല ചൂർണം പോലെയുള്ള ഔഷധങ്ങൾ, അത് ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് തൈറോയ്ഡ് ഡിസീസിൽ. പിന്നെ സ്വയം അഗ്നി സിന്ദൂരം, ഗന്ധമാല, കണ്ഠരസം പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള രസൌഷധികൾ, പിന്നെ പുനർനവാസവം, പഞ്ചകോലാസവം പോലെയുള്ള ആസവങ്ങൾ, പിന്നെ തലയിൽ പുരട്ടാൻ നിർഗുണ്ഡ്യാദി, ദേവദാർവാദി വെളിച്ചെണ്ണ പോലെയുള്ള ഔഷധങ്ങൾ നീരൊക്കെ പിടിക്കുന്നതിന് വേണ്ടി, പിന്നെ ഗ്രഹധൂമാദി ജഡാമയാദി പോലെയുള്ള ലേപനങ്ങൾ കഴുത്തിലെ വീർപ്പ് കുറയുന്നതിന് വേണ്ടി, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ചില ഔഷധങ്ങളാണ്. പക്ഷേ ഈ ഔഷധങ്ങൾ കൃത്യമായ ഒരു ഡോക്ടറുടെ വിലയിരുത്തലോടുകൂടി നിങ്ങൾ എടുക്കണം. ഇതിൽ എല്ലാ ഔഷധങ്ങളും ഒരു പേഷ്യൻ്റിന് ആവശ്യമില്ല. ഒരു രോഗിയിൽ അത് പുള്ളിയുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച്, ആ രോഗിയുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരു കൃത്യമായ ഒരു ഔഷധം കണ്ടെത്താൻ പറ്റും. ആ ഔഷധം കഴിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള രോഗമുക്തി കിട്ടുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞ ഔഷധങ്ങൾ പലതും സ്വന്തമായി ട്രൈ ചെയ്യരുത്. അത് ഗുണത്തെക്കാരിലേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, തൈറോയ്ഡ് ഡിസീസിനെ കൃത്യമായി നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ മറ്റു പല കണ്ടീഷൻസിലേക്കും നമ്മളത് എത്തിക്കും. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് തൈറോയ്ഡ് കാരണമായിട്ട് ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവൽ ഇംബാലൻസ് ഉണ്ടാവാറുണ്ട്. ഡിസ്ലിപ്പിഡീമിയ എന്ന് പറഞ്ഞ അവസ്ഥ ഇതുമായി അനുബന്ധമായിട്ട് കാണാറുണ്ട്. അപ്പം ഈ കൊളസ്ട്രോൾ അധികരിച്ചത് കാരണം ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഹൃദയത്തെ നേരിട്ട് ഹൃദയസ്പന്ദന, ഇടിപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. അപ്പം ഹൃദ്രോഗം ഇതുമായി അനുബന്ധമായിട്ടുണ്ടാവാം. കൊളസ്ട്രോൾ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ ഉണ്ടാവാം. അതോടൊപ്പം ഡയബറ്റീസ് ഇതുമായി തൈറോയിഡിനെ കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ആർത്തവസംബന്ധമായ ക്രമക്കേടുകൾ നിലനിന്നിട്ട് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറഞ്ഞ അവസ്ഥ തൈറോയ്ഡ് കൃത്യമായി ചികിത്സയില്ലെങ്കിൽ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഫാറ്റി ലിവർ, കൊഴുപ്പിന്റെ മെറ്റബോളിസം ശരിയല്ലാത്തത് കാരണം ലിവറിൽ കൊഴുപ്പടിഞ്ഞിട്ട് കൊണ്ടുള്ള ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അവസ്ഥ പൊതുവിൽ കാണാറുണ്ട്. അപ്പം തൈറോയിഡിനെ കൃത്യമായി ചികിത്സിക്കേണ്ടത്, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻസിനെ കൃത്യമായി ചികിത്സിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ചികിത്സ ഞാൻ പറഞ്ഞു, നിലവിലുള്ള ചികിത്സയിലെ പോരായ്മകൾ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആയുർവേദ ചികിത്സയ്ക്കുള്ള മേന്മകളും അതിൻ്റെ സാധ്യതകളും ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
അപ്പം അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇനി ഇതിൻ്റെ ഡയറ്റിലേക്ക്, അഥവാ തൈറോയ്ഡ് രോഗങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട പഥ്യം, ആഹാരക്രമം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിശദീകരണം നൽകാം. തൈറോയ്ഡ് ഡിസീസിൽ നമ്മൾ കഴിക്കേണ്ട, പ്രധാനമായിട്ടും കഴിക്കേണ്ട ഔഷധങ്ങളുടെ സ്വഭാവം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു. കാരണം തൈറോയ്ഡ് ഡിസീസിൽ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻസിൽ തന്നെ അഗ്നിമാന്ദ്യം അഥവാ ദഹനത്തിന് പ്രശ്നം എപ്പോഴും കാണാറുണ്ട്. അപ്പം എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ, ലഘുവായത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ പൊതുവിൽ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ആഹാരം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രിൻസിപ്പിൾ. ഈ തൈറോയ്ഡ് അപ്പം എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ ഓട്സ്, റാഗി, യവത്തിൻ്റെ കഞ്ഞി, അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, ആവിയിൽ വേവിച്ച പച്ചക്കറികൾ, അങ്ങനെയുള്ള ആഹാരങ്ങളാണ് പൊതുവിൽ നമുക്ക് ഇതിനെ റെക്കമെൻഡ് ചെയ്യേണ്ടത്. പിന്നെ രക്തക്കുറവ് പലപ്പോഴും കാണാറുള്ളത് കാരണം രക്തവർദ്ധകമായിട്ടുള്ള പഴങ്ങൾ, മാതളം, ഉണക്കമുന്തിരിങ്ങ പോലുള്ള പഴങ്ങൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ രക്തത്തിൻ്റെ കുറവിനെ പരിഹരിക്കപ്പെടുന്ന രൂപത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ ചുവന്ന അരിയാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ വെളുത്ത അരിയിൽ കുറച്ച് ഫൈബറിൻ്റെ അളവും ഇരുമ്പിൻ്റെ അളവും പൊതുവിൽ കാണാറില്ല. അതുകൊണ്ട് ചുവന്ന അരി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് രോഗികൾക്ക് ചുവന്ന അരി റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഫൈബർ നല്ലോണം ഉണ്ടാവും അതിൽ ചുവന്ന അരിയിൽ. അതോടൊപ്പം ഇരുമ്പിൻ്റെ അംശവും കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ രക്തക്കുറവ് അവിടെ പരിഹരിക്കപ്പെടും. അതോടൊപ്പം മുരിങ്ങ, ചെറുപയർ, പടവലം, കുമ്പളങ്ങ, കൈപ്പയ്ക്ക, ആപ്പിൾ, പേരയ്ക്ക, മാതളം, ഇത്തരം പഴങ്ങളൊക്കെ തൈറോയ്ഡ് ഡിസീസിൽ വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. കഴിക്കാവുന്ന ആഹാരങ്ങൾ ഇതൊക്കെയാണ്. സലാഡ് വളരെ നല്ലതാണ്. പിന്നെ മോരെന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത മോര് കാച്ചിയതാണ്, പച്ചക്കല്ല, കാച്ചിയ മോര് നല്ലതാണ്. പിന്നെ തൈറോയ്ഡ് ഡിസീസിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കേണ്ട പാനീയം വളരെ ശ്രദ്ധിക്കണം. അത് പ്രിവെൻറ്റീവായിട്ടും, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രോഗികളിലും ഈ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് മല്ലി, ചുക്ക്, ജീരകം, 20 ഗ്രാം ചുക്ക്, 10 ഗ്രാം ജീരകം, ഇത് പൊടിച്ച് വീട്ടിൽ തയ്യാറാക്കി വയ്ക്കുക. അതൊരു 10 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിൽ അത് കുടിക്കുക. ഇത് വളരെ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതും ദഹനത്തെ ശരിയാക്കുന്നതും മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു പാനീയമാണ്. ഇത് സ്ഥിരമായി കഴിക്കുന്നവരിൽ ഫാറ്റ് മെറ്റബോളിസം പോലും കറക്റ്റ് ആവാറുണ്ട്. കൊളസ്ട്രോളൊക്കെ തനിയെ മാറിക്കാണാറുണ്ട്. ഒരു മാസം ഈ പാനീയം കൃത്യമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ സ്റ്റാറ്റിൻ ഔഷധങ്ങൾ, നമ്മൾ കഴിക്കുന്ന കൊളസ്ട്രോളിന് കഴിക്കുന്ന അലോപ്പതി ഔഷധങ്ങൾ പലതും ഒഴിവാക്കാൻ സാധിക്കും. അപ്പം അത് കാരണമായിട്ട് ഹൃദ്രോഗ സാധ്യതയും മാക്സിമം കുറഞ്ഞു നിൽക്കും. ഈ കൊളസ്ട്രോൾ കാരണമായിട്ടുള്ള ഹൃദ്രോഗ സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സാധ്യതയും മാറി നിൽക്കും. ഫാറ്റ് ലിവർ കുറഞ്ഞു നിൽക്കും. അങ്ങനെ മൊത്തത്തിൽ ശരീരത്തിന് അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെറ്റബോളിസം ശരിയാക്കാൻ സഹായിക്കപ്പെടുന്ന ഒരു പഥ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഔഷധമായിട്ട് തന്നെ കണക്കാക്കാം നമുക്കിതിനെ, പാനീയമാണ് ഈ ഞാൻ പറഞ്ഞ മല്ലി, ചുക്ക്, ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇത് കുടിച്ചാൽ തന്നെ തൈറോയ്ഡ് വരാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തൈറോയ്ഡ് വരാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണിത്. തൈറോയ്ഡ് വരുമെന്ന് ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ടും ചുക്കുമല്ലി, ജീരകം ഇട്ട വെള്ളം തിളപ്പിച്ചത് കുടിച്ചാൽ തന്നെ നമുക്ക് തൈറോയ്ഡ് വരാതെ സംരക്ഷിക്കാൻ പറ്റും. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ചില പ്രത്യേക ഭക്ഷണങ്ങൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ഒരു അഫിനിറ്റി കാണാറുണ്ട്. പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്തരം ഭക്ഷണങ്ങളാണ് ക്യാബേജ് പോലുള്ള ഭക്ഷണങ്ങൾ. അതോടൊപ്പം ആയുർവേദത്തിൽ കന്തങ്ങൾ പൊതുവിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കത്തിലും ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ അവസ്ഥയിലും പൊതുവിൽ നല്ലതല്ല. കന്തങ്ങളെന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് കപ്പ തൈറോയ്ഡ് പേഷ്യൻസിന് ഒട്ടും തന്നെ നല്ല ഒരു ഭക്ഷണമല്ല. അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മാന്ദ്യത്തിനെ കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്, ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കപ്പ
കാബേജ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. അത് പിന്നെ ദഹിക്കാൻ പ്രയാസമുള്ളതും എരിവ്, പുളി വളരെ നിയന്ത്രിച്ച്, തൈറോയ്ഡ് ഡിസീസ് ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെ പുളി അധികമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എരിവ്, പുളി അധികമായി നമ്മൾ എരിവും പുളിയും ഉപ്പും അധികമായി, ഈ രസങ്ങൾ അധികമായി കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആഹാരത്തിൽ തെറ്റായിട്ടുള്ള ക്രമം വഴിയായിട്ട് തൈറോയ്ഡ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. എരിവ്, പുളി, ഉപ്പ് ഇതിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ താളം തെറ്റുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെ അതാണ്. അതുകൊണ്ട് ഈ ഭക്ഷണത്തിൽ നമ്മൾ എരിവ്, പുളി, ഉപ്പ് മാക്സിമം കുറയ്ക്കുക. പ്രത്യേകിച്ച് അയഡിൻ കൂടുതലായിട്ട് എടുത്തത് കാരണമായിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ, അങ്ങനെയാണ് തൈറോയ്ഡ് രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് പൊതുവിലറിയാം നമ്മുടെ കഴിക്കുന്ന ഉപ്പ് അയഡൈസ്ഡ് സാൾട്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ദുപ്പ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഗുണം കിട്ടുന്നതാണ്. ഈ ഗ്രന്ഥിയുടെ ഒരു പ്രവർത്തനം ശരിയായി വരുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, അയഡിൻ്റെ അഭാവത്തിലും തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങാൻ സാധ്യതയുണ്ട്. അയഡിൻ അമിതമായി ശരീരത്തിൽ പോകാനുള്ള സാധ്യത. ഒരു അളവിലുള്ള അയഡിൻ നമുക്ക് ശരീരത്തിന് മതി. ഒരുപാട് ഉപാധികളായി കഴിച്ചുള്ള ആൾക്കാർക്ക് നമുക്ക് ഇന്ദുപ്പ് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ തൈര് ഒഴിവാക്കേണ്ട ഭക്ഷണമാണ്. പ്രത്യേകിച്ച് കാച്ചാത്ത തൈര്, പച്ചത്തൈര് ഒട്ടും തന്നെ നല്ലതല്ല. ഈ തൈറോയ്ഡ് ഡിസീസിൽ കഴിക്കാൻ ഒട്ടും തന്നെ നല്ലതല്ലാത്തൊരു ആഹാരമാണ്. അതോടൊപ്പം മൈദ ചേർന്നിട്ടുള്ള ആഹാരങ്ങളും അഗ്നിയെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്, ദഹിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്, അഗ്നിമാന്ദ്യം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണ്, മലബന്ധത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ആ ആഹാരങ്ങളും ഇതിൽ ഒഴിവാക്കണം. അതുപോലെ മാംസാഹാരം, ബ്രോയിലർ ചിക്കൻ, മുട്ട പോലുള്ള സാധനങ്ങൾ, നെയ്യിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ, അത് ദഹിക്കാൻ വളരെ പ്രയാസമാണ്. അതും തൈറോയ്ഡ് രോഗത്തിൽ ഒഴിവാക്കണം. ഹോട്ടൽ ഭക്ഷണം, മസാല, ഇത്തരം വിഷയങ്ങൾ, മസാല അധികമായിട്ടുള്ള ഭക്ഷണം, ഹോട്ടൽ ഭക്ഷണം, അതും തൈറോയ്ഡ് രോഗത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അപ്പം ഈ കഴിക്കേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ദഹിക്കുന്നത്, ലഘുവായിട്ടുള്ളത്, ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കാത്തത്, ഉൾപ്പുഴുക്കം ഉണ്ടാക്കാത്തത് ഒക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. തണുത്ത വെള്ളം തീർത്തും ഒഴിവാക്കണം. പിന്നെ പകലുറക്കം, കിഴങ്ങ്, കപ്പ ഇതുപോലുള്ള സാധനങ്ങൾ, മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ചുക്കുമല്ലി, ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയും വേണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ആഹാരവിഹാരങ്ങളിലുള്ള ശരിയായിട്ടുള്ള കാര്യമായി കഴിഞ്ഞു. തൈറോയ്ഡ് ഗ്രന്ഥി ശരിപ്പെടാനുള്ള കൃത്യമായിട്ടുള്ള ആഹാര നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ. പിന്നെ വ്യായാമം ഇതിപ്പോൾ ഇന്റർനാഷണൽ യോഗ ഡേ ആണെന്ന്, യോഗയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. വ്യായാമം ഏതൊരു ഡിസീസും, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഓവർ നറിഷ്മെന്റ് കാരണമായിട്ടുള്ള ഡിസീസുകളിൽ വ്യായാമത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. പലപ്പോഴും സെഡൻഡറി ലൈഫ് സ്റ്റൈല്, വെറുതെ ഇരിക്കലാണ് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വ്യായാമം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചാണ്. അതിൻ്റെ ചികിത്സ, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ്, അതിൽ വളരെ സാധാരണമായി പ്രയോഗിക്കപ്പെടുന്ന ഔഷധങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം അതിൽ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്, കഴിച്ചുകൂടാത്തത് എന്തൊക്കെയാണ്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിൽ നമുക്ക് ഒരു തൈറോയ്ഡ് ഗ്രന്ഥി ഓവറായിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്താലുള്ള കണ്ടീഷൻ, അതിന് പൊതുവിൽ പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന പേരിലാണ് ആ കണ്ടീഷൻസ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ രോഗത്തിനെ കുറിച്ചൊരു കുറഞ്ഞൊരു വിവരണം കൂടി നടത്തിയതിന് ശേഷം ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കാം. ഹൈപ്പർ തൈറോയിഡിസം അറിയാലോ നമുക്ക്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഓവർ ആക്റ്റീവ് നേച്ചർ, അതായത് അത് അധികമായിട്ട് പ്രവർത്തിക്കപ്പെടുന്നു. അത് കാരണം ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കൂടും. ഭക്ഷണം കഴിച്ചാലും വീണ്ടും വിശക്കും, പെട്ടെന്ന് ദഹിക്കും. ചിലപ്പോൾ ദഹിക്കുക മാത്രമല്ല, വളരെ മൂവ്മെൻറ്റ്സ് കൂടുതൽ കാരണം ഡയറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിച്ചിരിക്കുന്നത് കാരണം ശരീരത്തിൻ്റെ ഊഷ്മാവ് ചൂട് വളരെ കൂടി കാണാറുണ്ട്. ശരീരതാപം വർദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ മെലിഞ്ഞിട്ടുണ്ടാവും ആള്. ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുന്നത്. ആള് മെലിഞ്ഞിട്ടുണ്ടാവും. ഈ ഇത്തരം അസുഖമുള്ള പേഷ്യൻസ് നല്ല മെലിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മുടി കൊഴിച്ചിലുണ്ടാവും. അതോടൊപ്പം ഉത്കണ്ഠ, മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാവും. ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു ഇരിക്കപ്പുറതിയില്ലായ്മ ഉണ്ടാവും. പിന്നെ ഹൃദയമിടിപ്പ് വളരെയധികം വർദ്ധിച്ചത് കാരണം ഹൃദയത്തിൻ്റെ ഇടിപ്പിനെ കൂട്ടും. തൈറോക്സിൻ കൂടിക്കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഇടിപ്പിനെ കൂട്ടും. അത് കാരണം ഹൃദ്രോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരീരത്തിൻ്റെ ഉഷ്ണം അധികം വർദ്ധിച്ചിട്ടുണ്ടാവും. ശരീരത്തിൻ്റെ ചൂട് വളരെ കൂടുതലായിരിക്കും. അത് കാരണം ആയുർവേദ ദോഷങ്ങളുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിത്തദോഷം കൂടിയിരിക്കുന്ന അവസ്ഥകളാണ് പൊതുവിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണപ്പെടുന്നത്. അതോടൊപ്പം വാദവും വർദ്ധിച്ചിരിക്കും. അത് പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി ആവണമെന്നില്ല. പക്ഷേ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരീരതാപം കൂടിയിരിക്കും. അതോടൊപ്പം ഈ വിശപ്പ്, അത്യഗ്നി, അതായത് അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ ശരീരം വളരെ മെലിഞ്ഞ ആളായിട്ട് കാണപ്പെടും. ഇതാണ് സാമാന്യമായിട്ട് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. നമുക്കറിയാം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മൾ ലബോറട്ടറി ടെസ്റ്റിൽ TSHന്റെ അളവ് വളരെ കുറഞ്ഞും T3 T4ന്റെ അളവ് വളരെ കൂടുതലായിട്ടും കാണപ്പെടും. അപ്പം ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള വിവരണം ഇതാണ്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ പൊതുവിൽ പാൽ കഷായങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ശരീരത്തിന് അത്യധികമായിട്ടുള്ള ഉഷ്ണം ഉണ്ടായിരിക്കുന്ന അവസ്ഥ, ശരീരത്തിൻ്റെ ഉഷ്ണത്വത്തിനെ ഒന്ന് കുറച്ചിട്ട് വിശപ്പിനെ ഒന്ന് കുറച്ച് നോർമലാക്കി അത്യഗ്നി എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഓവർ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ മാറ്റിയിട്ട് ഇതിനെ ക്രമപ്പെടുത്താൻ പാൽ കഷായങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. അതോടൊപ്പം ഘൃതപാനം, നെയ്യിൻ്റെ കൃത്യമായ ഔഷധം ചേർത്ത് കാച്ചിയെടുത്ത നെയ്സേവ ഹൈപ്പർ തൈറോയിഡിസത്തിനെ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് പൊതുവിൽ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ഈ രണ്ട് കണ്ടീഷൻസിനെ കുറിച്ച് പൊതുവിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ക്യാൻസറാണ്. അതിലേക്ക് എത്തുന്നത്, അതിൻ്റെ പ്രധാന കാരണം തന്നെ, തൈറോയ്ഡ് ക്യാൻസറിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മൾ കൃത്യമായി തൈറോയ്ഡ് രോഗങ്ങളെ ചികിത്സിക്കാതിരിക്കുക. അപ്പം കൃത്യമായി അല്ലെങ്കിൽ തൈറോനോം കൊടുത്തിട്ട് വളരെ ദീർഘകാലം തൈറോയ്ഡ് ഗ്രന്ഥിയെ സപ്രസ് ചെയ്താലും അതും ക്യാൻസറിലേക്ക് എത്താനുള്ള കാരണമാണ്. അത് ക്യാൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ മിക്കുള്ള തൈറോയ്ഡ് ക്യാൻസറിനും സർജറിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സർജറി ചെയ്ത് ഈ ഗ്രന്ഥി തന്നെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇതാണ് പൊതുവിലെ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ആയുർവേദ ചികിത്സയുടെ പ്രസക്തി ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് അടിവരയിടുകയാണ്. നമുക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് തൈറോയ്ഡ് എന്ന് പറഞ്ഞ ലിവോ നമുക്ക് ഉള്ളാക്കാൻ സാധിക്കും. നമ്മുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഇത്തരം വിഷയങ്ങളെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, തൈറോനോം ജീവിതത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇടയ്ക്ക് തന്നെ എൻ്റെ അടുക്കലേക്ക് വന്ന ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് ഞാൻ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു പേഷ്യൻസിന് ഞാൻ ചികിത്സിച്ചിട്ടുള്ള അനുഭവം. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അടുക്കലേക്ക് വന്നു ട്രീറ്റ്മെൻറ്റ്. 7 വർഷമായിട്ട് തൈറോനോം എന്ന് പറഞ്ഞ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ലക്ഷണങ്ങളിൽ കോമോർബിഡിറ്റീസ് ഒന്നും അത്ര നല്ലവണ്ണം മാറിയിട്ടില്ല. അനുബന്ധ ലക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ട്. തൈറോനോം കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുക്കൽ വരുമ്പോഴും തൈറോനോം 50 മില്ലിഗ്രാം കഴിക്കുന്നുണ്ടായിരുന്നു. തലമുടി പൊഴിച്ചിലും അമിതവണ്ണവും നഖങ്ങൾ പൊട്ടലും അതോടൊപ്പം പ്രവർത്തനങ്ങളുടെ മാന്ദ്യവും ഒരു തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഇത്തരം ലക്ഷണങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടിരുന്നു. നമ്മുടെ ആയുർവേദ ചികിത്സ കൃത്യമായിട്ട് കൊടുത്തു. 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും പരിശോധിച്ച് TSH പരിശോധിച്ച് കൃത്യമായിട്ട് നമുക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്തു. 6 മാസം കൊണ്ട്
തൈറോനോം എന്ന് പറയുന്ന ഔഷധം പൂർണ്ണമായും ആദ്യ 1 മാസങ്ങൾക്ക് ശേഷം തന്നെ തൈറോനോം നിർത്താൻ സാധിച്ചു. നമുക്ക് ലക്ഷണങ്ങളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ സാധിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായും ഔഷധ സേവ നിർത്താൻ സാധിച്ചു. ആയുർവേദ ഔഷധങ്ങൾ തന്നെ നിർത്തിയിട്ട് പിന്നെ അവസാനം ചുക്കുമല്ലി ജീരകട്ട വെള്ളം മാത്രം കുടിക്കാൻ പറഞ്ഞു, വ്യായാമം ചെയ്യാൻ പറഞ്ഞു, ഒരു സൈക്കിൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. സൈക്കിൾ ചവിട്ടി സ്കൂളിലേക്ക് പോകും, കൃത്യമായ വ്യായാമം ചെയ്യും, ചുക്കുമല്ലി വെള്ളം കുടിക്കും, 3 മാസത്തിലൊരിക്കൽ കൃത്യമായി തൈറോയ്ഡ് ചെക്കപ്പ് ചെയ്യും. വളരെ നോർമലാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഒരു പ്രശ്നമില്ല. ഇതുപോലെ നിരവധി അനുഭവങ്ങളാണ് നമ്മൾ ഇതിലേക്ക് തൈറോയ്ഡ് ഡിസീസിന് ആയുർവേദത്തിൽ കൃത്യമായ ചികിത്സ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രേരകമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ ലിങ്കിനോടൊപ്പം തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഫോൺ നമ്പർ, നമ്മുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ആയുർവേദ ചികിത്സയിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടണം. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും. കൃത്യമായ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ആയുർവേദ ചികിത്സ കൊണ്ട് തൈറോയ്ഡ് രോഗങ്ങളെ വളരെ ഒരു അളവ് വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോവാം. ചോദ്യമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നദിയ കിഷോർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തൈറോയിഡിനും 20 വർഷമായിട്ട് മെഡിസിൻ കഴിക്കുകയാണ്. തൈറോനോം 75 മില്ലിഗ്രാം എടുക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് വണ്ണം കൂടുന്നുണ്ട്, ഹെയർ ലോസ് ഉണ്ട്, ടയർഡ്നെസ് ഉണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്, ശോകം വർദ്ധിച്ചിട്ടുണ്ട്. തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലാണ്, പക്ഷേ ക്ലിനിക്കലായിട്ടുള്ള കോമോർബിഡിറ്റീസ് കുറഞ്ഞു കാണുന്നില്ല. ഇതാണ് എക്സാമ്പിളാണ്. നമുക്കിപ്പോൾ കാണുന്ന ഒരു പേഷ്യൻ്റ് ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ആയുർവേദ ചികിത്സ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഔഷധം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടാൽ താങ്കളുടെ ഈ പ്രോബ്ലം കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. TFT നോർമലാണെങ്കിൽ കൂടി കോമോർബിഡിറ്റീസ് അഥവാ ലക്ഷണങ്ങളിൽ വലിയൊരു മാറ്റം കാണുന്നില്ല. 75 മില്ലിഗ്രാം തൈറോണം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ലക്ഷണങ്ങളിലൊരു പ്രകടമായിട്ടുള്ള വ്യത്യാസമില്ല. പക്ഷേ ആയുർവേദ ചികിത്സ കൊണ്ട് തന്നെ കൃത്യം 1 മാസം കൊണ്ട് തന്നെ ഈ ഇത്തരം ലക്ഷണങ്ങളെല്ലാം വളരെ മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഈ വിഹാര നിർദ്ദേശങ്ങളും കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗമാക്കുകയാണെങ്കിൽ, എൻ്റെ ഈ ലൈവ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോണം എന്ന് പറഞ്ഞ ഈ ഔഷധം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷപൂർണമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ചോദ്യം കൂടി പറയാനുള്ളത്, ഒരു ക്വസ്റ്റ്യൻ സമയത്ത് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ ഈ സമയത്ത് നമുക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ ഗർഭസ്ഥശിശുവിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് തൈറോക്സിൻ ഹോർമോൺ വളരെ അത്യന്താപേക്ഷിതമാണ്. തൈറോക്സിൻ ഹോർമോൺ പലപ്പോഴും അറിയപ്പെടുന്നതിന് ഗ്രോത്ത് ഹോർമോൺ എന്നാണ്. വളർച്ചയെ പലപ്പോഴും സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. ഇപ്പം ഗർഭസ്ഥ ശിശുവിൻ്റെ ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ, ഓരോ മിനിറ്റിലെ പോലും വളർച്ച വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ തൈറോക്സിൻ സപ്ലിമെൻ്റ് അല്ലെന്ന് നിങ്ങൾക്കറിയാം. ഹോർമോൺ ഔഷധം പോലെയുള്ള ഔഷധമല്ലെന്നറിയാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ശരിയാക്കിക്കൊണ്ടാണ് അത് തൈറോയ്ഡ് രോഗത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഗർഭസ്ഥ ശിശുവിൽ നമുക്ക് ഓരോ ദിവസവും കിട്ടേണ്ട തൈറോക്സിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത്
നിങ്ങൾ ആയുർവേദ ചികിത്സയെക്കാട്ടിയും നല്ലത് ഹോർമോൺ സപ്ലിമെൻറ്റ് തെറാപ്പി തന്നെയാണ് നല്ലത്. കാരണം കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ അവിടെ കിട്ടുമ്പോൾ ഓരോ ദിവസവും കിട്ടേണ്ട തൈറോക്സിൻ്റെ അളവ് കൃത്യമായിട്ട് സപ്ലിമെൻറ്റ്സിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ആ തൈറോയ്ഡ് ഗ്രന്ഥിയെ ക്രമപ്പെടുത്താനുള്ള സമയം നമുക്ക് ആ ചികിത്സയുടെ ഇടയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ലത് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് തൈറോണോം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അളവിൽ കൃത്യമായി കഴിക്കുക. അങ്ങനെ കഴിച്ചില്ലെങ്കിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന കുട്ടിയുടെ വളർച്ച പ്രോപ്പർ അല്ലാതെ ആയിട്ടായിരിക്കും ജനിക്കുന്നത്. പിന്നെ ജനിച്ചതിന് ശേഷം കുട്ടിയുടെ വളർച്ച ശരിയാക്കാൻ ഒരു കാരണവശാലും നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് നമുക്ക് ഹോർമോൺ സപ്ലിമെൻറ്റ് തെറാപ്പി തന്നെയാണ്. അതായത് ലിവോ തൈറോക്സിൻ സോഡിയം എന്ന് പറഞ്ഞ തൈറോയിഡ് ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ തന്നെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അപ്പം അത് വളരെയധികം ഓർമ്മയിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാത്ത അവസ്ഥകളിൽ പലപ്പോഴും നമുക്ക് ആയുർവേദ ചികിത്സകൾ കൊണ്ട് നോർമലായിട്ട് തന്നെ തൈറോയിഡിൻ്റെ ആരോഗ്യത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ വിഷയങ്ങൾ തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചുള്ള കുറച്ചു നേരം സംസാരം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുക. കാരണം തൈറോയ്ഡ് രോഗം വളരെയധികം കോമൺ ആണ്, വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് തൈറോനം എന്ന് പറഞ്ഞ ഔഷധം കഴിച്ചുകൊണ്ട് ഒരിക്കലും തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇവിടെ വന്ന കമൻറ്റുകൾ പോലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് വളരെയധികം നേട്ടം ഉണ്ടാക്കാൻ പറ്റും. നേട്ടം ക്ലിനിക്കൽ, അതായത് നിങ്ങളുടെ ലക്ഷണപരമായിട്ട് തന്നെ നിങ്ങൾ ഓക്കെ ആവും. അതോടൊപ്പം തന്നെ ലാബ് ടെസ്റ്റുകളിലും ക്രമേണ അളവും TFTയുടെ അളവും നോർമലായിട്ട് മാറ്റം വരും. വെറുതെ തലക്കളയാൻ പറ്റുന്ന അസുഖങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു നിങ്ങൾക്ക് ഓടിയാക്കാനുള്ള ലൈവ് അവസാനിപ്പിക്കാൻ പോവുകയാണ്.